നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കാൻ പോകണം. നമ്മൾ ഡിഫറൻസിയേഷൻ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ വേണമെങ്കിൽ എനിക്ക് +1 കുട്ടികൾക്കും വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഞാൻ എടുക്കുന്നത്. +2കാർക്ക് ഇത് ഒരു റിവിഷൻ ആയിരിക്കും. +1കാർക്ക് ഫസ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ലിമിറ്റ്സിൻ്റെ ഭാഗമായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ഇയർ ലിമിറ്റ്സ് പഠിച്ചാൽ കണ്ടിന്യൂറ്റി പഠിക്കാൻ ആകെ അരമണിക്കൂറിൻ്റെ ചിലവേ ഉള്ളൂ. പക്ഷേ നമ്മൾ നന്നായിട്ട് അറിയാം, നമ്മൾ ഭയങ്കര സംഭവങ്ങളാണ്. നിങ്ങൾ പണ്ട് ലിമിറ്റ് പഠിച്ചതൊക്കെ ഇപ്പോൾ മറന്നിട്ടുണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നിങ്ങൾ സംഭവമാണ്, നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലിമിറ്റ് പഠിപ്പിക്കാൻ പോകണം. അപ്പോൾ +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും ഇത് മാച്ചാണ് ഈ ഭാഗം. കാരണം ഇതാണല്ലോ ലിമിറ്റ് പഠിച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ആകെ അരമണിക്കൂറിൻ്റെ പണിയുള്ളൂ. പടപടേന്ന് തീരും. പക്ഷേ ലിമിറ്റിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. ലിമിറ്റ്സിലെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. നോക്ക്, .9 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.9 സ്ക്വയർ -1 ഡിവൈഡ് ബൈ 0.9 - 1. 0.9 സ്ക്വയർ -1 ഡിവൈഡ് ബൈ 0.9 - 1. 0.9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.81 ഒന്ന് കുറച്ചാൽ -1.9 ഡിവൈഡ് ബൈ 1.9 ഇസ് ദ ആൻസർ. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. എന്നാൽ 0.99 ഇട്ട് കൊടുത്താലോ? 0.99 ഇട്ട് കൊടുത്താൽ 0.99 സ്ക്വയറിന് ഒന്ന് കുറച്ചിട്ട് 1 ഡിവൈഡ് ബൈ 0.99 - 1 കുറച്ചാൽ 0.0 1.99 ആണ് ആൻസർ. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ കിട്ടും. 0.999 കൊടുത്താലോ? 0.99 1.999 കറക്റ്റാ. അടുത്ത് 1.1 ഇട്ട് കൊടുത്താലോ? 1.1 2.1 കിട്ടും. 2.1 ഇത് 2.01. അതെ, ഇവിടെ f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ ഒന്നിലേക്ക് പോവാണ്. എക്സ് ഡയറക്റ്റ് കൊടുത്തു വയ്ക്കേ. ഡയറക്റ്റ് എക്സിൻ്റെ വാല്യൂ ഇതിട്ട് കൊടുത്തേ. എന്തിൻ്റെ പറയുക? എക്സിൻ്റെ വാല്യൂ ഡയറക്റ്റ് 1 ഇട്ട് കൊടുത്തേക്കേ. 1 സ്ക്വയർ -1 ഡിവൈഡ് ബൈ 1 - 1. അതെന്താടാ? 1 സ്ക്വയർ -1 ഡിവൈഡ് ബൈ 1 - 1 0/0 അല്ലേ? എഫിന് ഡയറക്റ്റ് 1 ഇട്ട് കൊടുത്താൽ 1 സ്ക്വയർ -1 ഡിവൈഡ് ബൈ 1 - 1 0/0 നോട്ട് ഡിഫൈൻഡ് എന്നതിന് പറയാം. എന്താ പറയുക? അങ്ങനെ ഒരു വാല്യൂ ഇല്ല. നോട്ട് ഡിഫൈൻഡ്. എന്താണ് നോട്ട് ഡിഫൈൻഡ്? അപ്പോൾ 0.9 0.99 0.999 പോലത്തെ വാല്യൂ എടുക്കും. 1.9 1.99 1.999 വാല്യൂ കിട്ടും. അതേപോലെ ഇവിടെയും കിട്ടും. അപ്പോൾ നമുക്ക് 1 ഡയറക്റ്റ് കൊടുത്താൽ തുമ്പില്ല വാലില്ല, കാരണം കിട്ടുന്നില്ല. പക്ഷേ 0.9 0.99 0.999 0.99999 കൊടുക്കുമ്പോൾ f(x)ൻ്റെ വാല്യൂ 1.9 1.99 1.99999 1.99999 പോണത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നിലേക്ക് പോയാൽ f(x)ൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോണത്? ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നിലേക്ക് പോയാൽ f(x)ൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോണത്? 2ലേക്ക്. കറക്റ്റ്, 2ലേക്ക്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇതിന് മാത്തമാറ്റിക്സിൽ പറയാം ലിമിറ്റ് x ടെൻഡ്സ് ടു 1 x² - 1 ഡിവൈഡ് ബൈ x - 1 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് പറയാം. എന്നാൽ ഡയറക്റ്റ് ഒന്നിട്ട് കൊടുത്തേക്കേ. 1 സ്ക്വയർ - 1 0 1 - 1 0 തുമ്പുമില്ല വാലുമില്ല. മനസ്സിലാവുണ്ടോ? എന്നാൽ എക്സിൻ്റെ വാല്യൂ ഒന്നിലേക്ക് പോകുമ്പോൾ f(x)ൻ്റെ വാല്യൂ എങ്ങോട്ടാണ് പോണത്? 2ലേക്ക് പോകണം. അപ്പോൾ നമ്മൾ പറയും എക്സിൻ്റെ ലിമിറ്റ് 2 ആണെന്ന് പറയും. എക്സിൻ്റെ ലിമിറ്റ് 2 ആണെന്ന് പറയും. ഇത് ഡെഫിനേഷനായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ. എക്സിൻ്റെ 2 ഇടുന്നതിനെ കുറിച്ച് 1 പറഞ്ഞാൽ f(x) turns to L. എഴുതിക്കോളൂ. f(x) turns to L when x turns to A, then
we say L is the limit of f of x at x equal to a. ഇത് ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെ ഇരിക്കും. ലിമിറ്റ് x tends to a f of x equal to. അങ്ങനെ എന്താണ് ലിമിറ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസിലേക്ക് പോകാം. പ്രോബ്ലംസ് തുരുതുര പ്രോബ്ലംസ്. ഇനി എളുപ്പമാണ്. പ്രോബ്ലംസ് ഒരു 3 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞാലും പഠിച്ചതാണ്. ഡയറക്റ്റ് ലിമിറ്റ് പ്രോബ്ലം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 5 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇതാണ് ക്വസ്റ്റ്യൻ. എളുപ്പമാണ്. 5 ഇട്ട് കൊടുക്കുക. 31. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ ബൈ 2 എക്സ് സൈൻ എക്സ്. പൈ ബൈ 2 സൈൻ പൈ ബൈ 2 പൈ ബൈ 2 പ്ലസ് 1 ഈക്വൽ ടു പൈ ബൈ 2. ഇത് ഡയറക്റ്റ് വാല്യൂ കൊടുക്കണതാണ്. വലിയ ആനക്കാരൊന്നുമല്ലത്. ആനക്കാരല്ല, ഈസിയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് 5x minus 14 divided by ഇതാണ് മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. ഇത് നമുക്ക് ഡയറക്റ്റ് കൊടുത്താൽ എന്താ കിട്ടുക? 4 പ്ലസ് 10, 14 മൈനസ് 14, 0. താഴെയോ 4 പ്ലസ് 6, 10 മൈനസ് 10, അതും 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യും. മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. അടുത്ത 4. ഇതാണെങ്കിലോ ഫൈവ് ബൈ 7. ഇങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ ചെയ്യുക. നമ്മൾ 1-2 ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറവാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മെത്തേഡ് ഓഫ് റാഷണലൈസേഷൻ. പൊതുവേ ക്വസ്റ്റ്യൻ കുറവാണ്. മെത്തേഡ് ഓഫ് റാഷണലൈസേഷൻ.
ഇത് മേലെയും താഴെയും കോഞ്ചുകേനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. വൺ ബൈ ടു. ഇങ്ങനെയാണിത് ചെയ്യുക. അതായത് കോഞ്ചുഗേറ്റിനെ കൊണ്ട് മേലെയും താഴെയും ഗുണിക്കുക, റൂട്ടിനെ പോക്കാൻ വേണ്ടിയിട്ട്. മേലെ ഗുണിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? റൂട്ട് ഓഫ് 1 + x - 1. അപ്പോൾ സ്ക്വയർ ചെയ്ത് 2 സ്ക്വയർ ചെയ്ത് കുറച്ചാൽ a² - b² എന്നുള്ള ഷേപ്പ് വരും. കട്ട് ചെയ്തു. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇതാകുമ്പോൾ മേലെയും താഴെയും വണ്ണ് കട്ട് ചെയ്ത് ടു എക്സ് കട്ട് ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് എന്താ വരിക? √1 + √1 എന്ന് പറഞ്ഞാൽ 2. അങ്ങനെ മെത്തേഡ് ഓഫ് റാഷണലൈസേഷൻ എടുത്തു. അടുത്ത പരിപാടി ഓൾജിബ്രിക് മെത്തേഡ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഫോമുലയാണ്. algebraic method. Limit x tends to a, x raised to n minus a raised to n divided by x minus a എന്ന് പറഞ്ഞാൽ n into a raised to n minus 1. ഇതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, ഇത് കാണാൻ പഠിച്ചാൽ മതി, പ്രൂഫൊന്നും ചോദിക്കില്ല. ഈ സ്ട്രക്ചറിൽ വന്നാൽ ഉദാഹരണത്തിന് ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് x tends to 3 x³ minus 27 divided by x minus 3. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. 81 ആയിക്കോട്ടെ, നമുക്കൊരു കുറച്ചും കൂടി സുഖമായിക്കോട്ടെ ക്വസ്റ്റ്യൻ. ലിമിറ്റ് x tends to 3 x raised to 4 minus 3 raised to 4 divided by x minus 3. വിട്ടിട്ട് റൈറ്റ്, 3 എണ്ണം കിട്ടി. ഇനി നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൻ്റെ ഒരു വക്രബുദ്ധിയുള്ളൊരു ക്വസ്റ്റ്യൻ. നോക്ക്, ഈ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇതിന് ഈ ഷേപ്പില്ല, കാരണം മേലുള്ള പവർ ഒഴിവാക്കിയിട്ടാണ് താഴെ വേണ്ടത്, അതില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കൃത്രിമമായിട്ട് ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവിടെ.
മേലത്തിൻ്റെ ആൻസർ 5 ഇട്ടിട്ട് 2⁴ താഴെ 7 ഇട്ട് 2�6. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 5 × 2 × 28 5/28. അങ്ങനെ നമ്മൾ ഓൾജിബ്രിക് ലിമിറ്റും പഠിച്ചു. എന്താ പഠിച്ചത്? ഓൾജിബ്രിക് ലിമിറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ലിമിറ്റാണ്. ഒന്ന് ട്രിഗ്നോമെട്രിക് ലിമിറ്റും ഒന്ന് വൺ സൈഡഡ് ലിമിറ്റും. അതും കൂടി കഴിഞ്ഞാൽ ലിമിറ്റ് കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ കണ്ടിന്യൂറ്റിയിലേക്ക് കയറാണ്. കണ്ടിന്യൂറ്റി ആകെ ഞാൻ പറയണ പോലെ 1 മണിക്കൂർ പറയാനുള്ളൂ, അരമണിക്കൂർ ടു 1 മണിക്കൂർ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ അതും ചെയ്യും. അതോടുകൂടിയിട്ട് നമ്മളെ +1-ലെ +2-ലെ വലിയ അക്കാഡമിക് ഇയറിലെ വലിയ ചാപ്റ്റർ തീർന്നു. റോൾസ് തിയറം ലഗ്രാഞ്ചസ് തിയറം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയണേ. അപ്പോൾ ആ ഭാഗങ്ങൾ ഞാൻ എന്ത് ചെയ്യില്ല, ഡിസ്കസ് ചെയ്യില്ല. പകരം ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഞാൻ ഈ ചാപ്റ്റർ തീർക്കും. പ്രസാദ് സാറ് സൈഡിൽ എന്തെടുക്കുന്നുണ്ട്, റിലേഷൻ ഫംഗ്ഷൻ എടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കഴിയാനായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. അത് തിയറി പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ആ തിയറി പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല, എനിക്ക് ഭയങ്കര സഹിക്കാൻ കഴിയാത്ത. അതല്ല സാറ് മെട്രിക്സ് സാർ എടുക്കും, ഡിറ്റർമിനൻസ് സാർ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തിയറി സാറ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, പ്രോബ്ലംസ് ഞാൻ ചെയ്തുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടോപ്പിക്കാണ് ട്രിഗ്നോമെട്രിക് ലിമിറ്റ്. limit x tends to 0 sin x by x equal to 1. Okay, now തുടങ്ങാം. ഇനി നമ്മൾ ലിമിറ്റ് x tends to 0 sin x by x equal to 1. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 11. ഈ ബി പുറത്തേക്ക് വന്നാൽ 1/b ലിമിറ്റ് x tends to 0 sin ax by x. ഒരു എ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നോക്ക്, സൈനിനകത്ത് എന്താണോ വരുന്നത് അത് താഴെ വന്നാലേ 1 കിട്ടുള്ളൂ. സൈൻ ഓഫ് ആനക്കുട്ടി ഡിവൈഡ് ബൈ ആനക്കുട്ടി 1 ആവും. സൈൻ ഓഫ് കുതിരക്കുട്ടി ഡിവൈഡ് ബൈ കുതിരക്കുട്ടി 1 ആവും. അപ്പോൾ സൈൻ ഓഫ് എ എക്സ് വന്നാൽ താഴെ എ എക്സ് വരണം, അപ്പോഴേ 1 കിട്ടുള്ളൂ. ഇല്ലെങ്കിലും ഇതൊരു റിസൾട്ടായിട്ട് കാണാൻ പഠിക്കണം, നല്ലതാണ് എപ്പോഴും. ലിമിറ്റ് x tends to 0 sin ax by x equal to a എന്ന് കാണാൻ പഠിച്ചു നോക്കണം, നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ടാവും ഇത് ചെയ്യുമ്പോൾ. അങ്ങനെ ട്രിക്കി ആയിട്ട് ചെയ്യുമ്പോൾ ഇത് എ ആണ്. റൈറ്റ്. അടുത്ത 12. എന്താണ്? അപ്പോൾ അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. sin ax by x divided by sin bx by x. ഇതെന്താ വരിക? sin ax by x എന്ന് പറഞ്ഞാൽ a by b. ഇതിൻ്റെ ആൻസർ സിമ്പിൾ അല്ലേ? നമ്മൾ ഈ റിസൾട്ടാണ് ഉപയോഗിച്ചത്, ഈ റിസൾട്ടാണ് ഉപയോഗിച്ചത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ എ തന്നെയാണ് വരിക. ഞാൻ പ്രൂവ് ചെയ്ത് തരാം. ഇതും കാണാൻ പഠിച്ചു വെച്ചോളൂ. ഇതിൻ്റെ ആൻസർ എ ആണെന്ന് കാണാൻ പഠിച്ചു വെച്ചോളൂ, നല്ലതാണ്.
ഇത് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഈ ഭാഗം നേരത്തെ പോലെ തന്നെ എ വന്നു. cos 0 a/1 ഈക്വൽ ടു എ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊസീക്ക് എക്സിനെ ബൈ 3 ആക്കി 1/sin x ആക്കി. നേരത്തെ പോലെ തന്നെ 3. അടുത്ത 15. വൺ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 sin square θ/2 ആണ്. വൺ മൈനസ് കോസ് കെ എക്സ് എന്നാലോ 2 sin square kx/2 ബൈ എക്സ് സ്ക്വയർ. ഈ തീറ്റൻ്റെ പകുതി, അപ്പോൾ കെ എക്സിൻ്റെ പകുതി kx/2. നോക്ക്, എൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ സ്ഥാനത്ത് ഇവിടെ k/2 വന്ന്, അപ്പോൾ നമ്മൾ k/2 ദ ഹോൾ സ്ക്വയർ k²/2 ഇസ് ആൻസർ. ഇത് ഒബ്ജക്റ്റീവ്ക്കാർ കാണാൻ പഠിച്ചു വെക്കണം. ഈ റിസൾട്ട് ഒബ്ജക്റ്റീവ്ക്കാർ ഇതിൻ്റെ ആൻസർ k/2 ആണ്, k²/2 ആണെന്ന് കാണാൻ പഠിച്ചു വെക്കണം. ഒബ്ജക്റ്റീവിന് നല്ല ഗുണം ചെയ്തൊക്കെ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് അല്ല, ഇനി കുറച്ചൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ട്രിക്ക് ഉണ്ട്, അതും കൂടി പഠിപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ 1 സൈഡഡ് ലിമിറ്റ്. എല്ലാ ടേമിനും എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് കണ്ടിന്യൂ പോകും. 3 + 5 × 1 ഡിവൈഡ് ബൈ 7 + 3 × 2 8 ഡിവൈഡ് ബൈ 13. അങ്ങനെ 16 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 4 ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിൻ്റെ പേര് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറയും. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഓക്കെ, നോക്ക്, എല്ലാ പ്രോബ്ലവും എക്സ് ടേൺസ് ടു 0 എന്നുള്ള ഷേപ്പിലാണ് ട്രിഗണോമെട്രിക് പ്രോബ്ലം വരുന്നത്. ഇത് നോക്ക് എക്സ് ടേൺസ് ടു പൈ ആണ്. Put x equal to pi plus h. Put x equal to pi plus h. എക്സിൻ്റെ സ്ഥാനത്ത് പൈ പ്ലസ് എച്ച് എന്നിട്ടെടുത്തു. അത് ആർ ഡി ശർമ്മ പഠിപ്പിക്കുന്ന സാധനമാണ്. എക്സിൻ്റെ സ്ഥാനത്ത് പൈ പ്ലസ് എച്ച്. ഇവിടെ ആകുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കും? π/2 ഇട്ട് കൊടുക്കും. π/2 ഇട്ട് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ പൈയിലേക്ക് പോയാൽ അതിൻ്റെ അർത്ഥം എച്ചിൻ്റെ വാല്യൂ 0ലേക്കല്ല പോവുക. നോക്ക്, ഇത് പൈ ആയി കഴിഞ്ഞാൽ പൈ കട്ടായിട്ട് ഇത് എച്ച് 0 അല്ല ആവുക. എക്സിൻ്റെ വാല്യൂ പൈയിലേക്ക് പോയി എച്ചിൻ്റെ വാല്യൂ 0. അപ്പോൾ നമുക്കിനി എളുപ്പമാണ്. എച്ച് ടേൺസ് ടു 0 ആക്കിയിട്ട്
1 കിട്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. എക്സിൻ്റെ സ്ഥാനത്ത് π/2 പ്ലസ് എച്ച് ഇട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് എക്സ് π/2ലേക്ക് പോവുകയാണെങ്കിൽ എച്ച് 0ലേക്ക് പോകും. -sin h ഡിവൈഡ് ബൈ -h. ഇതിൻ്റെ ആൻസർ 1. അടുത്ത് 19. ഹോംവർക്ക് ചെയ്തോളൂ നിങ്ങൾ. ഹോംവർക്ക് 19 ആൻസർ 1 തന്നെയാണെന്ന് തോന്നുന്നു. 1 - 1 എന്തോ വരും. 20 IIT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആസ് യൂഷ്വൽ സ്റ്റെപ്പുകൾ തന്നെ, ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, നമുക്ക് അറിയണ സ്റ്റെപ്പുകൾ തന്നെ. നോക്ക്, ഇവിടെ നടന്നത് എന്താ? എക്സിൻ്റെ സ്ഥാനത്ത് 1 + h ഇട്ട് കൊടുത്തു. 1 1 കട്ടായി, -h ആയി. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 + h ഇട്ടു, ബ്രാക്കറ്റ് തുറന്നു. tan π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ cot θ, -cot θ, റൈറ്റ്? -cot θ. ആ കോട്ട് താഴെ വന്നപ്പോൾ tan ആയി. ഈ എച്ചിനെ താഴെ കിട്ടാൽ tan π/2 h/h എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താ? π/2. 1 / π/2 എന്ന് പറഞ്ഞാൽ 2/π. ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൺ സൈഡഡ് ലിമിറ്റാണ്. അതോട് കൂടിയിട്ട് ഫസ്റ്റ് ഇയർ ടോപ്പിക് കഴിഞ്ഞു. പിന്നെ നമുക്ക് കണ്ടിന്യൂറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം അടുത്ത പോർഷനിലേക്ക് പോവാം. വൺ സൈഡഡ് ലിമിറ്റ്.
ഇതിൻ്റെ ആൻസർ ഡസ് നോട്ട് എക്സിസ്റ്റ് വരാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളൊരു ചർച്ചയിലേക്ക് വരുന്നത്. കാരണം ഇതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഡിഫറൻറ്റാണ്. എങ്ങനെയാണ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. .9 ഇട്ട് കൊടുത്താൽ 0 കിട്ടും. 0.99 ഇട്ടാൽ 0 കിട്ടും. 0.9999 ഇട്ട് കൊടുത്താൽ 0 കിട്ടും. 1.1 ഇട്ടാൽ 1 കിട്ടും. 1.01 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. 1.001 എന്ന് പറഞ്ഞാലും 1 കിട്ടും. അപ്പോൾ 1ൻ്റെ ഇടത്തെ ഭാഗത്തുള്ള 0.9 0.99 0.999 എന്നുള്ള വാല്യൂ 0 തരുന്നുണ്ട്. 1.1 1.01 1.0001 എന്നുള്ളത് നെഗറ്റീവ് 1 തരുന്നുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഡിഫറൻ്റ് ആണ്. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയും ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. എന്താ പറയുക? ഡസ് നോട്ട് എക്സിസ്റ്റ്. അതിന് ഉദാഹരണമാണ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലൊരു ചോദ്യം വരും. ഇത്രയും നേരം സാറ് പറയാത്തൊരു പ്രയോഗമാണല്ലോ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള പ്രയോഗം. സാർ എന്തടിസ്ഥാനത്തിലാണിത് പറയുന്നതെന്നൊരു ചോദ്യം വരും. അതിൻ്റെ ഉത്തരം ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ള പ്രയോഗം ഉള്ള ഫങ്ഷൻസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അതിൽ ഒരു 3 ഫങ്ഷൻ ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോളൂ നിങ്ങൾ. ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. LHL ആൻഡ് RHL മേ ബി ഡിഫറെൻറ്റ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് ഡെഫിനിഷൻ തരാം. f of x turns to L when x turns to A at the left part of x equal to A, we say L is the left limit of f at x equal to A. LHL equal to left hand limit, okay, limit x tends to A minus f of x. Similarly RHL full form എന്തായിരിക്കും? ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇതെന്താ വരിക? റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതിൻ്റെ ചിഹ്നം ലിമിറ്റ് x tends to A plus f of x. LHലും കിട്ടി, RHലും കിട്ടി. LHലും കിട്ടി, RHലും കിട്ടി. റൈറ്റ്. Limit exist means LHL equal to RHL. അത് രണ്ട് ഈക്വൽ ആയാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ കണ്ടില്ലേ? ആയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചർച്ച. ഇനി 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വിട പറയാം. 1-2 ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് ചെയ്യാം. നമ്മൾ പറഞ്ഞ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അല്ല, അത് നമ്മൾ ചർച്ച ചെയ്ത്. ഇനി ക്വസ്റ്റ്യൻസ്. ഫൈൻഡ് LHL, RHL of following function at given points. Also discuss the existence. അത് എക്സിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയും കൂടി ചെയ്യും. ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം നമുക്ക് തൽക്കാലം ലിമിറ്റ് നിർത്താം. ഇത് ഓവറോളായിട്ട് ലിമിറ്റ് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു. ഓവറോളായിട്ട് നമുക്ക് NCERT ടെക്സ്റ്റിലെ കണ്ടിന്യൂറ്റിൻ്റെ പ്രോബ്ലമൊക്കെ ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യൻസാണ്. തുടക്കം തന്നെ കണ്ട മനുഷ്യന് പ്രാന്താവും. ഈസിയാണ് താനും എഴുതാനുണ്ടാവും. അപ്പോൾ ഞാൻ HSS ലൈവിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്തുതരാം. ഓക്കെ,
LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് 1 മൈനസ് എന്നല്ല ചിഹ്നം 1 മൈനസ് ഇടത്തെ ഭാഗം ആരാ ഇതാണ് ഇടത്തെ ഭാഗം ഇത് മേൽഭാഗം ഒന്നിന് മേലേക്ക് ഒന്നിന് താഴേക്ക് താഴെയാണല്ലോ ഇടത്തെ ഭാഗം ഉണ്ടാവുക ആർച്ചല മേലത്തെ ആളാണ് ആർച്ചൽ ഇവിടെ LHL നോട്ട് ഈക്വൽ ടു ആർച്ചൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ LHL നോട്ട് ഈക്വൽ ടു ആർച്ചൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് ആർച്ചൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് രണ്ട് സെയിം ആണ് അല്ലേ ഹിയർ ലിമിറ്റ് എക്സിസ്റ്റ് ആൻസർ എത്ര 2 ആയിരിക്കും രണ്ടും 2 അല്ലേ കിട്ടുന്നത് ഇത് കഴിഞ്ഞ കൊല്ലം ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം ചെയ്ത ക്വസ്റ്റ്യൻ ആണ് +1 ക്വസ്റ്റ്യൻ തന്നെയാണിത് LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം ഇതാണ് ഇടത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മോഡെക്സ് എന്ന് പറഞ്ഞ ഇതല്ല സാധനം ഇതല്ല സാധനം ഇടത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ആരാ ഇതാണ് ആർച്ചൽ എന്ന് പറഞ്ഞാലോ LHL നോട്ട് ഈക്വൽ ടു ആർച്ചൽ ഇനി നമുക്ക് +1കാരുടെ ടോപ്പിക്ക് കഴിഞ്ഞു ഇനി +2കാരുടെ ടോപ്പിക്കാണ് കണ്ടിന്യൂറ്റി അതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പോർഷൻ കഴിഞ്ഞു ഓക്കെ താങ്ക് യു ഞാൻ നിർത്താം കണ്ടിന്യൂറ്റി അടുത്ത ക്ലാസ്സിലെടുക്കും